ഇതാണ് കന്യാപൂജ അല്ലെങ്കിൽ കഞ്ചക്ക് നവരാത്രിൻ്റെ സമയത്ത് നടക്കുന്നത്. അത് അഷ്ടമി അല്ലെങ്കിൽ നവമി ദിവസങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ആൺകുട്ടിയും ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ പൂജ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പാദം കഴുകുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് കുങ്കുമവും ചന്ദനവും നെറ്റിയിട്ട് തൊട്ട് കൊടുക്കും. ഇത് 2 വയസ്സ് തുടങ്ങി 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെയാണ് പൂജിക്കുക. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ആൺകുട്ടിയും ഉണ്ടാവും. ആൺകുട്ടിയും അവർ പൂജിക്കുകയും ചെയ്യും. ഒരു ആൺകുട്ടി, ബാക്കി ഓഡ് നമ്പേഴ്സ് പെൺകുട്ടികളാണ്. 1, 3, 5 അങ്ങനെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് കഴിഞ്ഞ് ചന്ദനം തൊട്ട് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ മഞ്ഞയും ചുമന്നതുമായിട്ടുള്ള ത്രെഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 പേരുടെയും കയ്യിലത് കെട്ടിക്കൊടുക്കും. പിന്നെ പ്രസാദമായിട്ട് ഇവിടെ കൂടുതലും ഇത് തന്നെയാണ് പൂരി, പിന്നെ കടല, കറുത്ത കടലയാണ് ഇത്. ഉള്ളിയൊന്നും ഇടാണ്ട് ഉണ്ടാക്കുന്ന കറുത്ത കടല അതിൻ്റെ സബ്ജിയാണ്. പിന്നെ ഹലുവ, അതായത് നമ്മളുടെ കേസരി, ഇതായിരിക്കും പ്രസാദമായിട്ട് അവർ കൊടുക്കുന്നത്. പിന്നെ ദക്ഷിണയും കിട്ടും, പൈസയായിട്ട് ദക്ഷിണയും. പിന്നെ ഗിഫ്റ്റായിട്ട് ബാംഗിൾസ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്മോൾ ഗിഫ്റ്റും അത് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ കൊടുക്കും. പ്രസാദത്തിൻ്റെ കൂടെ തന്നെ അത് കൊടുക്കുകയും ചെയ്യും. പിന്നെ ആശീർവാദം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. 2 പേരുടെ നിന്നും ആശീർവാദം വാങ്ങിക്കുകയാണ് ചെയ്യുക. ഇതാണ് കന്യാപൂജ. 2 നവരാത്രികളിലും കന്യാപൂജ നടക്കുക.